ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ചയ്ക്കായി എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്കൂൾ റെഫ്യൂസൽ അഥവാ സ്കൂളിൽ പോകുവാനുള്ള മടി എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഇത് എങ്ങനെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു? ഇതെങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആൽവയിൽ സൈക്കാട്രിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ സേവിയർ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടറെ വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ആൽവ മാർത്തോമ ഇടവകയിലെ വികാരിയായിരിക്കുന്ന റവറൻ സുശീൽ അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. എറണാകുളം മാർത്തോമ കോളേജ് ഓഫ് കൗൺസിലിംഗിലെ വിദ്യാർത്ഥികളായിരിക്കുന്ന സുഹൃത്തുക്കൾ നമ്മോടൊപ്പം ഇന്ന് വന്നിട്ടുണ്ട്. ആ കോളേജിലെ എല്ലാ വിദ്യാർത്ഥിനികളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ റെഫ്യൂസൽ, സ്കൂളിൽ പോകുവാനുള്ള മടി, ഇത് പല കുട്ടികളിലും നമ്മൾ സാധാരണ കാണുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഈ കൊച്ചുകുട്ടികൾ നഴ്സറി ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ രാവിലെ അപ്പനെയും അമ്മയും വിട്ടേച്ച് സ്കൂളിലോട്ട് പോകുന്ന ഉടനെ അവർ കരയും, അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരും. ഇതാണ് സ്കൂൾ റെഫ്യൂസൽ എന്ന് സാധാരണ നമ്മൾ ധരിക്കാറുണ്ട്. എന്നാൽ അത് അത്രമാത്രം ശരിയല്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്കിതുണ്ടാകും, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കിതുണ്ടാകും, ടീനേജ് പ്രായത്തിലുള്ളവർക്കുണ്ടാകും. അതുമാത്രമല്ല, ഇത് യൂത്ത് സ്റ്റേജിലും യൗവനക്കാർക്ക് പലർക്ക് ഇതുണ്ടാകും. ഇത് വിദ്യാർത്ഥികളുടെ ഇടയിൽ മാത്രമല്ല ഈ പ്രശ്നം. പ്രായമായവർ വീട് വിട്ട് ദൂരെയൊക്കെ പോകുന്ന ഉടനെ അവരെ കൊണ്ട് പോകാനൊക്കത്തില്ല. ദൂരെ ജോലിക്കൊക്കെ പോകുന്ന പല ആളുകളുണ്ട്. അവർക്ക് പോകാനൊക്കെയില്ല, പോയേച്ച് അവർ തിരിച്ചിങ്ങ് വരും. അപ്പോൾ വീട് വിട്ട് അവർക്ക് പോകാനൊക്കാത്തൊരവസ്ഥ. ഇങ്ങനെ പല പ്രായത്തിലും പെട്ടവർക്ക് ഇതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്തയിട ഒരു പയ്യൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവൻ വളരെ സ്മാർട്ടാ, പഠിക്കാനായിട്ട് നല്ല ബുദ്ധിയുണ്ട്, എല്ലാ ക്ലാസ്സിലും ഒക്കെ നല്ല മാർക്സ് വാങ്ങിച്ചാണ് അവൻ വിജയിച്ചിട്ടുള്ളത്. അവൻ്റെ പിതാവിനോട് കൂടിയാണ് വന്നത് എന്നെ കാണാൻ. അവിടെ വന്നിട്ട് പറഞ്ഞു, ഫാദറെ, എനിക്ക് ഇപ്പം സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. ഒന്ന് വിശദീകരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, തലേ ദിവസം ഞാൻ എല്ലാ ഹോംവർക്കുകളും ചെയ്തു വെക്കും, ബാഗൊക്കെ അടുക്കി വയ്ക്കും, നേരം വെളുത്ത് ഈ ബാഗും എടുത്ത് സ്കൂളിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത എന്നിൽ വരികയാണ്. വല്ലാത്ത ഒരു ഡിസ്റ്റർബൻസസ് എൻ്റെ മനസ്സിലോട്ട് വരികയാണ്. എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒക്കുന്നില്ല. ഞാൻ പിന്നെ ബാഗ് അവിടെ മടക്കി വെച്ചിട്ട് കുറച്ചു നേരം കട്ടിലേ കയറി കിടക്കും. കിടന്ന് കുറേ കഴിഞ്ഞിട്ട് എണ്ണീച്ചിരുന്ന് ടി വി ഒക്കെ കാണും. ഞാൻ ചോദിച്ചു, അന്നേരത്ത് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അന്നേരത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. സ്കൂളിൽ പോകാതിരുന്ന് കഴിയുമ്പോൾ സകല ബുദ്ധിമുട്ടുകളും മാറി. നല്ല മിടുക്കനായ ഒരു കുഞ്ഞ് ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കുമ്പോൾ അതിലെന്തോ ചില കാരണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കേണ്ടതായുള്ള സംഗതിയാണ്. അപ്പോൾ ഈ സ്കൂൾ റെഫ്യൂസൽ എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്കും എല്ലാ പ്രായത്തിലും പെട്ടവർക്ക് ഒരുപോലെ ഉണ്ടാകാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇങ്ങനെ ഇവർക്ക് പോകാനായിട്ട് സാധാരണഗതിയിൽ മടി കാണിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സ്കൂളിൽ പോകാനായിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാര്യം അവർക്ക് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അവർ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ. എന്തുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നതെന്നാ തോന്നുന്നു? ഒന്ന് പറയാവോ? ആ കുട്ടികൾക്ക് മാതാപിതാക്കളെ വിട്ടുപിരിയുവാനുള്ള വിഷമം കൊണ്ടായിരിക്കാം അവർ സ്കൂളിൽ പോകാൻ മടിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണെന്ന് വരികിൽ അവർക്ക് മാതാപിതാക്കളെ വിട്ടു പിരിയാനായിട്ടുള്ളൊരു വിഷമം, അല്ലേ? ഈ വിഷമത്തിന് പറയുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റി എന്നാ പറയുന്നത്. സെപ്പറേഷൻ ആങ്സൈറ്റി,
വിട്ട്, അതായത് അറ്റാച്ച്മെന്റ് ഫിഗറിനെ വിട്ടു പിരിയാനുള്ള ഇവരുടെ ബുദ്ധിമുട്ട്. ഇതുകൊണ്ട് പലരും സ്കൂളിൽ പോകാതിരിക്കും, പലരും ജോലി സ്ഥലത്ത് പോകാതിരിക്കും. സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്. അമ്മയെ വിട്ട് പിരിയാൻ ഒക്കാത്തത് കൊണ്ട് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ ഒക്കത്തില്ല. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ് അവരുടെ മനസ്സിൽ. അവർ എവിടെയെങ്കിലും പോയാൽ അവർക്ക് അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. കൂടി വന്നാൽ 1 മാസം ജോലി ചെയ്യും, അതിനുള്ളിൽ അവർ തിരിച്ചു വന്നിരിക്കും. എന്തെങ്കിലും കാരണം പറഞ്ഞവർ തിരിച്ചു വന്നിരിക്കും. ഇത് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന് സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ആണോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ? എങ്ങനെയാ അതൊന്ന് പറയാമോ, എങ്ങനെയാ സാധിക്കുന്നതെന്ന് പറഞ്ഞാട്ടെ. ഇത്രയും കാലം നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ വ്യവസ്ഥയിൽ ഒരു 3 വയസ്സാകുമ്പോൾ തന്നെ പ്ലേ സ്കൂളിലേക്ക് വിടാൻ നോക്കും. അപ്പോഴേക്കും അവൻ ഇത്രയും നാൾ വളർന്നിരുന്ന ആ അമ്മയുടെ സംരക്ഷണത്തിലും വീടിൻ്റെ ആ സംരക്ഷണത്തിലും വളർന്നിരുന്ന ആ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് പോകാൻ അവർ പേടിയാണ് സാധാരണയായിട്ട്. അത് സാധാരണ മിക്ക കുട്ടികളിലും കാണാറുമുണ്ട്. വിട്ടു പിരിയാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അവർക്ക്. വിട്ടു പിരിയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി. ഇത് സെപ്പറേഷൻ ആങ്സൈറ്റി ആണോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് സെപ്പറേഷൻ ആങ്സൈറ്റി ആണെങ്കിൽ അതിന് വല്ല സിംറ്റം ഇവർ കാണിക്കണ്ടേ? അങ്ങനെയുള്ള വല്ല സിംറ്റംസും എന്തെങ്കിലും നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാനായിട്ട് സാധിക്കുമോ? സെപ്പറേഷൻ ആങ്സൈറ്റി ആണോ ഇല്ലയോ? യെസ്. സ്കൂളിൽ ചെല്ലുമ്പം അമ്മ വീട്ടിൽ തന്നെയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പം പറയാൻ സാധ്യതയുണ്ടായിരിക്കാം. അമ്മ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, അമ്മയ്ക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു ഭയം. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് കാണാനായിട്ട് ഒക്കത്തില്ല എന്നുള്ള ഭയം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത് അവരുടെ അറ്റാച്ച്മെന്റ് ഫിഗർ ആരാണോ, ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ അപ്പനായിരിക്കും, എന്ത് തന്നെ ആയിരുന്നാലും തിരിച്ചവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരവിടെ കാണുകയില്ല. ഒന്നിൽ അവരെന്നെ ഇട്ടേച്ച് അവരങ്ങ് പോകും, അല്ലെന്നൊരു അവർ ചത്തുപോകും, മരിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ളൊരു ഫിയർ ഉണ്ടെങ്കിൽ അത് സെപ്പറേഷൻ ആങ്സൈറ്റി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ തന്നെ സ്വയം അവർ ഈ സ്കൂളിൽ പോകുമ്പോൾ അവരെക്കുറിച്ച് ചിലതൊക്കെ ചിന്തിക്കും. എന്താണെന്ന് പറയാമോ? ചില കുട്ടികൾക്ക് ടിഫിനൊക്കെ തുറന്ന് കഴിക്കാൻ തന്നെ മടിയുണ്ടാവും. അതിനകത്ത് വല്ല പോയിസണിങ് വല്ലതും ഉണ്ടോ, അവരവർ തന്നെ മരിച്ചു പോകുമോ? അതായത് ഞാൻ കൊണ്ടുപോയ ഭക്ഷണം കഴിച്ച് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അമ്മയെ കാണാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ ഇത് എൻ്റെ മരണത്തിന് ഇടയാക്കുമെന്ന് ഓർത്ത് ഇവർ ചിലപ്പോൾ ഭക്ഷണം പോലും ഈ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഭയങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇവർ ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് പിന്നെ സ്കൂളിൽ പോകാനായിട്ട് തോന്നത്തില്ല. ഈ സെപ്പറേഷൻ ആങ്സൈറ്റി അല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ സ്കൂളിൽ പോകാതിരിക്കാനായിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയും. യെസ്. ഇത് സ്കൂളിലെ അറ്റ്മോസ്ഫിയർ ചില കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചറുടെ അപ്രോച്ച് ഒരു പർട്ടിക്കുലർ കുട്ടിയെ ടീച്ചർ ഏതെങ്കിലും രീതിയിൽ അവനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പം പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ മടി. ഒരു ടീച്ചറിനോട് ഇഷ്ടമില്ലാതെ വന്നാൽ, ഒരു ടീച്ചറിനോട് വല്ലാത്ത ഭയം തോന്നിയാൽ ഇവന് ചിലപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് തോന്നത്തില്ല. സ്കൂളിലുള്ള കൂട്ടുകെട്ടുകളിൽ തന്നെ ചിലപ്പോൾ അവർ തമ്മിൽ പിരിയുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ അതൊരു തരം അസ്വസ്ഥത ഇവർക്കുണ്ടാക്കിയിട്ട് വളരെ അടുപ്പമുള്ള കൂട്ടുകെട്ടുകൾ പിരിഞ്ഞു പോയാൽ ഇവരിൽ ഇതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാ പറഞ്ഞത് അല്ലേ? വേറെ എന്തെങ്കിലും? യെസ്. പുതിയ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതായിട്ട്. ഈ പുതിയ സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്തോ അതൊന്ന് വ്യക്തമാക്കാവോ? സ്കൂളിലാകുമ്പോൾ അവിടെ കൂട്ടുകാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പുതിയൊരു സാഹചര്യം അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതൊക്കെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു വൈഷമ്യം കൊണ്ട്, ചില സാഹചര്യങ്ങളെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ഈ സ്കൂളിലെ പുതിയ സാഹചര്യങ്ങളെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോകാതിരിക്കാനായിട്ടൊക്കും. അപ്പോൾ കൂട്ടുകാർ മുഖാന്തരമുള്ള ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങളെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ, അധ്യാപകരെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ, സീനിയർ സ്റ്റുഡൻസിനോടുള്ള ചില ഭയങ്ങൾ, പഠിത്തത്തോട് തന്നെയുള്ള ഭയം ഈ കുട്ടികളിലുണ്ടാകും. പഠിത്തത്തോട് ഭയമുള്ളവർക്ക് പിന്നെ സ്കൂളിൽ പോകാനായിട്ട് ചിലപ്പോൾ തോന്നത്തില്ല. അങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് സ്കൂൾ റെഫ്യൂസൽ ഉണ്ടാകാം. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സെപ്പറേഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള ഫിയർ, ഈ കാരണങ്ങളൊക്കെ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും അല്ലാതെ ചിലർ സ്കൂളിൽ പോകുന്നതിന് മടി കാണിക്കുന്ന എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഒന്ന് പറയാമോ? കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില അസുഖങ്ങൾ ഇതിനൊരു കാരണമായിട്ട് കാണുന്നുണ്ട്. ചില കോണ്ടാക്ട് ഡിസോർഡർ, ഡിസോർഡർ എന്നെല്ലാം പറയുന്ന കുട്ടികൾ സ്കൂളിനോടുള്ള വെറുപ്പ് കാണിക്കുന്ന ഇതാണ്. ഈ കോണ്ടാക്ട് ഡിസോർഡർ, ഡെഫിയന്റ് നേച്ചർ, ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്നതാണോ? പൊതുവെ അതിൽ നിന്ന് മാത്രമല്ല, അവർ ജനറ്റിക് ആയിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം.
ബ്രെയിൻ ഡെവലപ്മെൻ്റൽ ഡിസോർഡറിൽപ്പെട്ട ചില പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം ഇതുണ്ടാകുന്നത്. ഒരു കെമിക്കൽ ഇംബാലൻസ് കൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അതൊന്ന് വ്യക്തമാക്കാം ഡോക്ടറെ. അത് ചില അസുഖങ്ങളുടെ നമ്മൾ സാധാരണ മാനസികമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണമായിട്ട് പറയുന്നത് കെമിക്കൽ ഇംബാലൻസ് ബ്രെയിനിൽ നടക്കുന്ന, അതിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസിൻ്റെ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ചില അസുഖങ്ങളും ഇതിന് പ്രധാനമായിട്ട് ഒരു കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ ഇംബാലൻസ് കൊണ്ട് വളരെ മിടുക്കനാണെങ്കിലും ചിലപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് തോന്നത്തില്ല. ഇവരുടെ പ്രത്യേക ചില നേച്ചർ, ഇത് ജനറ്റിക്കലായിട്ടോ വളർന്നു വന്ന സാഹചര്യത്തിലോ കിട്ടിയ ചില നേച്ചറുള്ള കുട്ടികൾക്ക് ഇതുപോലെയുള്ള സ്കൂൾ റെഫ്യൂസൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വരികിൽ നമ്മളൊരു കുഞ്ഞിനോട് ചോദിക്കുകയാണ്, മോനെ എന്താ നീ സ്കൂളിൽ പോകാത്തത്? എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതൊരു സെപ്പറേഷൻ ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റൊരു കുഞ്ഞിനോട് ചോദിക്കുക, നീ എന്താ സ്കൂളിൽ പോകാത്തത്? അവൻ പറയുക, എനിക്ക് പോകാനെങ്കിലും തോന്നുന്നില്ല എന്ന് ചിലർ പറയും. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു സ്കൂൾ. അങ്ങനെ പറയുകയാണെങ്കിൽ ഡോക്ടറെ അതൊരു ഏത് രീതിയിലുള്ള ഡിസോർഡറാണ്? അത് കോണ്ടാക്ട് ഡിസോർഡർ. അതൊരു കോണ്ടാക്ട് ഡിസോർഡറാണ്. മറ്റു ചില കുട്ടികളോട് ചോദിക്കും, നീ എന്താ സ്കൂളിൽ പോകാത്തെ? ആര് നോക്കിയാലും എന്നെ സ്കൂളിൽ വിടാനായിട്ട് ഒക്കത്തില്ല. അങ്ങനെയുള്ളത് ഡോക്ടർ പറഞ്ഞ ഒരു ഡെഫിയൻ നേച്ചർ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഓരോരുത്തരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ അവരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാതിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വളരുന്നതും ഒക്കെ അപ്പനും അമ്മയും ഒക്കെ വളരെ ആഗ്രഹിക്കുന്ന ഉള്ളൊരു സംഗതിയാണ്. അച്ഛാ, ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഈ സ്വഭാവത്തിലും അവരുടെ ഈ വിഘടിത മനോഭാവത്തിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ? കുടുംബവും ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബന്ധം കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇന്നത്തെ സാമൂഹിക കുടുംബ പശ്ചാത്തലം ഇത് ഈ പ്രശ്നത്തിന് വളരെ കാരണമുണ്ടാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഈ അച്ഛൻ പറഞ്ഞു അറ്റാച്ച്മെൻ്റൽ ആങ്സൈറ്റി. അതിനൊരു കാരണം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള രമ്യമല്ലാത്ത ജീവിതശൈലി. നേരത്തെ ഇവിടെ ഈ മറ്റു പലരും പറഞ്ഞതുപോലെ വിട്ടുപോകുമ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള ഈ ശിഥില ബന്ധങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ ശിഥില ബന്ധങ്ങൾ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവരിൽ ആരോടെങ്കിലും ഒരാളോട് അമിതമായിട്ട് അടുപ്പാനായിട്ട് ഇടയാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും. മറ്റൊന്ന്, മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയണം. ഇന്ന് കുട്ടികളെ ഒരു ടാർഗറ്റായിട്ട് എടുത്ത് അവരെക്കുറിച്ച് മാതാപിതാക്കളുടെ സങ്കല്പങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പെക്റ്റേഷനാണ്, അവർ അതിനുള്ളൊരു ഒബ്ജക്റ്റാണ്. എന്നാൽ എന്താണ് വേണ്ടത്? കുട്ടികൾക്ക് പ്രായമനുസരിച്ച് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്, പ്രചോദനം കൊടുക്കാനായിട്ട് സാധിക്കണം. ഇന്ന് പേരൻസിന് പലപ്പോഴും ടാർഗറ്റ് ഉണ്ട്, പക്ഷെ ആ ടാർഗറ്റിലേക്ക് അവരെ നയിക്കുവാനായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അച്ഛൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ അമിതമായിട്ടുള്ള പേരന്റൽ ഇൻവോൾവ്മെന്റ് ഓർ ഇൻഡൾജൻസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു അനാരോഗ്യപരമായ ബന്ധം ഈ കുഞ്ഞുങ്ങളുമായിട്ട് വരും. ആ ബന്ധത്തിൽ നിന്ന് വിടർത്താനായിട്ട് ഈ കുഞ്ഞുങ്ങളെ ഒക്കത്തില്ല. അവിടെ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള സ്കൂൾ റെഫ്യൂസൽ ഉണ്ടാകും. രണ്ടാമത്, വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളിൽ നിന്ന്. എന്നാൽ അവരെ മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ അല്ല ഇവർ കൊടുക്കുന്നത്. അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കുഞ്ഞുങ്ങൾ വളരണമെന്നുള്ള അമിത ആഗ്രഹം, അത് നിവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇനിയും പോയിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ചിന്തയിൽ റെഫ്യൂസൽ ഉണ്ടാകാം എന്നാ പറഞ്ഞു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ പ്ലഷർ ഹണ്ടിങ് ഫാമിലീസ് ഉണ്ട്. കുട്ടിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സമയം മുഴുവൻ പ്ലഷർ സീക്കിങ്ങിന് വേണ്ടി മാത്രം ചെലവഴിക്കുക. അവരുടെ പ്രയോറിറ്റി അങ്ങനെയാണ്. വരിക, ഔട്ടിങ്ങിന് പോവുക, ഈറ്റ് ഔട്ട്, പിക്നിക്ക്. ഇതിൻ്റെ ഒരു ആധിക്യം കുട്ടികൾക്ക് വിട്ടുപോകാൻ ഇഷ്ടമല്ല. സ്കൂളിലെ ആ ഡിസിപ്ലിൻ, ആ പഠനം, ഹോംവർക്കൊക്കെ അവർക്ക് അതിൻ്റെ തടസ്സമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മോഡേൺ ഫാമിലിയുടെ ഒരു മറ്റൊരു ട്രെൻഡാണിത്, പ്ലഷർ സീക്കിംഗ് ഫാമിലീസ്. അതൊരു യാഥാർത്ഥ്യമല്ല. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഈ പ്ലഷർ അവിടെ കിട്ടത്തില്ല എന്നുള്ളത് അല്ലേ? ഒരു എൻജോയ്മെന്റ്, ടു മച്ച് എൻജോയ്മെന്റ്. എന്തും അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടിമയായിട്ട് നമ്മൾ മാറുമല്ലോ. ടു മച്ച് എൻജോയ്മെന്റ്. ഇച്ചിരി മുമ്പേ പറഞ്ഞായിരുന്നു, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, പ്രായമായി കഴിഞ്ഞാലും ജോലിക്ക് പോയാലുമുള്ള സെപ്പറേഷൻ ആങ്സൈറ്റി പോലെയുള്ള സാഹചര്യങ്ങൾ വരാമെന്ന്.
അത് ഒരു പക്ഷേ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ വളർന്ന് എന്തായി തീരണം എന്നുള്ളതായ ഒരു നർച്ചറിങ്ങിൻ്റെ ഒരു അഭാവത്തിൻ്റെയും കൂടി ഭാഗമായിട്ടല്ലേ അത് വരുന്നത്? അതെ അതെ, അതിനെക്കുറിച്ചാണ് അച്ഛൻ ഇവിടെ പറഞ്ഞു തുടങ്ങിയത്. അതായത് ആ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ വളരണം, അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നത് എങ്ങനെയാണ്. ചില വീടുകളിൽ കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകത്തില്ല. ഈ പേരൻസ് കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കേണ്ടതിന് പകരം അവരെ ഡിപ്പെൻഡൻ്റ് ആക്കിയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ആക്ച്വലി പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ മേക്ക് യുവർ ചിൽഡ്രൻ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ്. അതിന് വിപരീതമായിട്ട് ഇവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം പേരൻസിന് നല്ല ഒരു എസ്റ്റീം അവരെക്കുറിച്ചുള്ളത്. അതിനുവേണ്ടി ഈ കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആകും. അങ്ങനെയുള്ളിടത്ത് ഇതുപോലെയുള്ള തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബങ്ങളുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് മുത്തശ്ശി കഥകൾ. നല്ല മോറലുള്ള മുത്തശ്ശി കഥകളുണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ളവരെ ഒന്നുകിൽ ഡേ കെയറിൽ അവരും പകൽ വീടിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലൊക്കെ മാറ്റുന്നു. അവരുടെ അറിവും അനുഭവങ്ങളും കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു ശാപമാണ്. ഈ പ്രശ്നത്തിന് തീർച്ചയായും ആക്കം കൂട്ടുന്ന ഒരു വലിയ ഒരു ഘടകമാണ്. അതുകൊണ്ട് ഞാൻ പറയും, മുത്തശ്ശി കഥകൾക്ക്, അതായത് അനുഭവങ്ങൾ തലമുറകളുടെ കേൾക്കുന്നതിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതുകൂടെ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒക്കെ ഒന്നിൽ സ്കൂളിൽ അല്ലെ ഓഫീസിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പ്രധാന ഒരു കാരണമെന്ന് പറഞ്ഞത് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നു. ഇതൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ആണെന്ന് വരികിൽ അത് നമുക്ക് വല്ലതും ചെയ്യാൻ ഒക്കുമോ? കൗൺസിലിങ്ങിലൂടെ വല്ലതും ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒക്കുമോ? ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ ആലുവയിൽ ഒരു ഡേ കെയർ നടത്തുന്നുണ്ട്. അപ്പം 8 മാസം തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവിടെ വരുന്നത്. അപ്പം സെപ്പറേഷൻ ആങ്സൈറ്റി എല്ലാ കുട്ടികളിലും തന്നെ കാണുന്നുണ്ട്. 8 മാസം എന്ന് പറഞ്ഞാൽ 2 ഡിപ്പെൻഡൻ്റ് ആണ് അമ്മ. അപ്പം അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡേയ്സ് പേരൻസിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് കുട്ടി ഡേ കെയറുമായിട്ടൊന്ന് പതുക്കെ ഒന്ന് പരിചയപ്പെടാനൊക്കെ ആയിട്ടുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്, കുട്ടിയെ വിടുക എന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്കും അവിടെ ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാനുള്ളൊരു അവസരം ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത 3 ഡേയ്സ് കുട്ടി തന്നെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അമ്മയെടുത്ത് കൊണ്ടുപോകാൻ. അതായത് ഗ്രാജുവലായിട്ട് ഈ കുഞ്ഞിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് പോലെ ഒരു ഗ്രാജുവലായിട്ട് ഇവരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത്. അത് കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ നടക്കുന്നതാണ് ഒരു കാര്യം. ഈ പ്രായമുള്ളവരുടെ അടുക്കൽ അങ്ങനെയുള്ള, അതായത് കുറച്ചുകൂടെ മുതിർന്ന കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഇതുപോലെയുള്ള ഒരു ഗ്രാജുവൽ സെപ്പറേഷന് ഈ സാധിക്കുമോ? അത് ഇഫക്റ്റീവ് ആണോ എന്ന് തോന്നുന്നു? വലിയ കുട്ടികളെന്ന് പറയുമ്പോൾ അവർ ഹോംലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ചൊക്കെ സ്കൂൾ എൻവയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയവരായിരിക്കും. അവർക്ക് വേണ്ടത് ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ അവരുടെ കമ്പാനിയൻസിനെയൊക്കെ ആയിരിക്കും അവർക്ക് ആഗ്രഹമുണ്ടാവുക. അപ്പോൾ ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നിടത്തോളം അവർ ഒരുപക്ഷെ ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയിൽ തന്നെ നിന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സ്കൂളിൽ ഇവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ളതൊക്കെ കിട്ടുന്നില്ല എന്ന് വരികിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മനസ്സ്, ഒരു ടെൻഡൻസി ഇവരുടെ ഉള്ളിൽ ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് സ്കൂളിൽ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അട്ടെ, ഈ സെപ്പറേഷൻ ആങ്സൈറ്റി വേറെ ഏതെങ്കിലും രീതിയിൽ ഡീൽ ചെയ്യുവാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് കുട്ടിയെ വിടുന്നതിന് മുമ്പായിട്ട്, ഉദാഹരണത്തിന് ഒരു കുട്ടിയെ പ്ലേ സ്കൂളിൽ വിടുന്നതിന് മുമ്പായിട്ട്, അതായത് 3 വയസ്സിന് മുമ്പായിട്ട് തന്നെ ഈ കുട്ടിയെ സ്കൂളിനെ പറ്റിയും ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും അവന് വേണ്ട ചെറിയ ബാഗ്, വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള പഠന സാമഗ്രികളൊക്കെ കൊടുക്കുകയും അതുമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയിട്ട് അവിടെ ധാരാളങ്ങൾക്ക് ഈ വീട്ടിലെ പോലെ തന്നെ കളിക്കാനും വീട്ടിലെ അമ്മ നോക്കുന്നത് പോലെയുള്ള നല്ല ടീച്ചേഴ്സും എല്ലാം ഉണ്ടെന്നുള്ള ഒരു ചെറിയ രീതിയിലൊന്ന് ഫെമിലറൈസ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സ്കൂളിനെ കുറിച്ച് കൂടുതൽ ഒരു അവബോധം കൊടുത്ത് ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആങ്സൈറ്റി കുറച്ചൊക്കെ കുറയ്ക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞതാളുള്ള മെത്തേഡുകളൊക്കെ ഒരു പരിധി വരെ ഹെൽപ്ഫുള്ളാണ്. ഡോക്ടർ, ഈ സെപ്പറേഷൻ ആങ്സൈറ്റിക്ക് വല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ സാധാരണ ഈ പറഞ്ഞ പോലെ ഗ്രാജുവൽ ആയിട്ടുള്ള എക്സ്പോഷർ മാത്രം മതിയായിരിക്കും. ഒരു ഏജ് കഴിഞ്ഞുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് അതുകൊണ്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രം ആൻറ്റി ആങ്സൈറ്റി ടാബ്ലറ്റ്സ്, അതിൻ്റെ ടെൻഷൻ കുറയ്ക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ് വളരെ ചെറിയ തോതിൽ കൊടുക്കേണ്ട ആവശ്യം ചിലർക്ക് വന്നേക്കാം. അങ്ങനെയുള്ള ഒരു ആൻറ്റി ഡിപ്രസൻറ്റോ ആൻറ്റി ആങ്സൈറ്റി ടാബ്ലറ്റോ മൈൽഡ് ഫോമിൽ കൊടുക്കുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് ഇഫക്റ്റ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധാരണ നിലയ്ക്കൊന്നും കാണാറില്ല. ഇപ്പോഴുള്ള ആൻറ്റി ആങ്സൈറ്റി, ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ് എല്ലാം
വളരെ സേഫ് ആയിട്ടുള്ളതാണ്. സൈഡ് എഫക്ട്സ് തീർത്തും ഇല്ലാത്തതാണ്. പിന്നെ ഇവർക്കെല്ലാം വളരെ ചെറിയ ഡോസേ കൊടുക്കേണ്ടി വരുള്ളൂ. അതിൻ്റെ കൂടെ ഈ പറയുന്ന ബിഹേവിയർ തെറാപ്പിയും മറ്റേ കൗൺസിലിങ്ങും എല്ലാം പാരൻസും ഒന്നിച്ചുള്ള കൗൺസിലിംഗ് എല്ലാം ഉതകുന്നതായിരിക്കും. ഡോക്ടർ, മറ്റ് ചില കാരണങ്ങൾ പറഞ്ഞല്ലോ. ചിലത് ഒരു കോണ്ടാക്ട് ഡിസോർഡർ കൊണ്ടുണ്ടാകാം, ഡെഫിയൻ നേച്ചർ കൊണ്ടുണ്ടാകാം. അങ്ങനെയുള്ളതിന് നമുക്ക് എന്താ, സൈക്കോതെറാപ്പി ആണോ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണോ, കൗൺസിലിംഗ് ആണോ, ഇതിലേതായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ്, അതോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണോ? കോമ്പിനേഷൻ ആയിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ചെറിയ ഡോസിലുള്ള മരുന്നുകൾ കോണ്ടാക്ട് ഡിസോർഡറിനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആൻറ്റി ഡിപ്രസൻറ്റും മൂഡ് ഡിസോർഡേഴ്സ് എല്ലാം മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന ഗ്രൂപ്പിൽ പെട്ട മരുന്നുകളും എല്ലാം വേണ്ടി വരും. അതിൻ്റെ കൂടെ ഈ പറയുന്ന കൗൺസിലിങ്ങും ബിഹേവിയർ തെറാപ്പിയും എല്ലാം കൂടെ ഒരു കമ്പൈൻ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പോകാതിരിക്കുന്നതിൻ്റെ റീസൺ മനസ്സിലാക്കിയിട്ട് വേണം അതിന് തക്ക രീതിയിലുള്ള ചികിത്സകൾ കൊടുക്കാനായിട്ട്. ഇത് കോണ്ടാക്ട് ഡിസോർഡറോ ഡെഫിയൻ നേച്ചറോ അതുപോലെയുള്ള കെമിക്കൽ ഇംബാലൻസിൻ്റെ കാരണങ്ങളാണെങ്കിൽ അവിടെ ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരാം. എന്നാൽ മരുന്ന് കൊണ്ട് മാത്രമായിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതിൻ്റെ കൂടെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സേവ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തോ പറയാനായിട്ട് ശ്രമിക്കാനുള്ള പറഞ്ഞാട്ടെ. അല്ല, കൗൺസിലിങ്ങിലൂടെ ഇങ്ങനൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ഒരു ഏജിൽ കുറച്ചുകൂടെ മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് ഈ സെപ്പറേഷൻ, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹെൽത്തി മച്യൂർ ഇൻഡിവിജ്വലായിട്ട് വളരാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ കൂടെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാം. അതിൽ കൂടെ കൗൺസിലിങ്ങിലൂടെ അവർക്ക് അവബോധം കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അല്ലേ? അത് വളരെ നല്ലൊരു കാര്യമാണ്. കൗൺസിലിങ്ങിലൂടെ അവബോധം കൊടുക്കാനായിട്ട് സാധിക്കും. എന്തോ പറയാൻ ശ്രമിക്കാൻ പറഞ്ഞാട്ടെ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് റാഷണാലിറ്റി ഇതൊന്നും അറിയുകയില്ല. എന്നാൽ കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ ഈ കൊഗ്നിഷൻ വളരെ നന്നായിട്ട് വരുന്ന സമയത്ത് ഐ തിങ്ക് ദാറ്റ് സോർട്ട് ഓഫ് കൗൺസിലിംഗ് ഒരുപാട് സഹായം ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ ആയിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതെ, ഒരു പരിധി വരെ ഈ കോഗ്നിറ്റീവ് തെറാപ്പി, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, മെഡിസിന് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. യെസ്, ഒരു ഫാമിലിയിലെ ഒരു സെക്കൻഡ് ചൈൽഡിന് ഇത് റിലേറ്റീവ്ലി കുറവായിരിക്കത്തില്ല ഈ ആങ്സൈറ്റി. അതായത് മൂത്ത കുട്ടി സ്കൂളിൽ പോകുന്നത് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് കുട്ടിക്ക് ഒരു ഇമോട്ടീവ്, അതായത് അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ അത് ഉപകരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, അതായത് ആദ്യത്തെ കുട്ടിക്ക് ഉണ്ടായ അത്രയും ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ചിലപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് ഉണ്ടായി എന്ന് വരത്തില്ല. കാരണം ആദ്യത്തെ കുട്ടി സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ അതിൽ നിന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു മോട്ടിവേഷന് ഈ കുഞ്ഞിനുണ്ടാകും. ആ മോട്ടിവേഷനിൽ നിന്ന് പോയി എന്ന് വരാം. എന്നാൽ ഈ കുഞ്ഞിൽ ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കൽ ഇംബാലൻസോ മറ്റ് ജനറ്റിക്കൽ ഫാക്ടറോ ഉണ്ടെന്ന് വരികിൽ അതുകൊണ്ട് ഈ കുഞ്ഞിനും ചിലപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്ന് എന്തോ പറയാൻ ശ്രമിക്കുകയാണോ? ഈ കുട്ടിക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ് മദറിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരു കുഞ്ഞിന് മാത്രമല്ല ഒരിക്കലും കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ദി എൻറ്റയർ ഫാമിലി, പേരൻസ് നിർബന്ധമായും ആ കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന് വ്യത്യാസം വരുവാനായിട്ട് സാധ്യതയുള്ളൂ. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന സംഗതികൾ, സ്കൂൾ റെഫ്യൂസൽ, സ്കൂളിൽ പോകുന്നതിന് മടി കാണിക്കുന്ന കുട്ടികളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളതാണ്. വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. ചിലപ്പോൾ വീട്ടുകാരെ വിട്ട് പിരിയാനായിട്ടുള്ള ഭയം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സ്കൂളിനോടുള്ള ഭയം കൊണ്ടായിരിക്കാം, അധ്യാപകരോടുള്ള ഭയം കൊണ്ടായിരിക്കാം, മുതിർന്ന കൂട്ടുകാരോടുള്ള ഭയം കൊണ്ടായിരിക്കാം. പല കാരണങ്ങൾ അതിൻ്റെ പിറകിൽ കാണാം. ഏത് കാരണമായിരുന്നാലും ഈ വീട് വിട്ട് പിരിഞ്ഞു പോകാൻ ഉള്ള ആ ഒരു പ്രധാന കാരണം സെപ്പറേഷൻ ആങ്സൈറ്റി ആണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത് ഇതുപോലുള്ള ഫിയർ ഉണ്ട്. അതുകൂടാതെ തന്നെ ജനറ്റിക്കലായിട്ടുള്ള പല കാരണങ്ങളുണ്ടാകാം. ഇത് കൂടാതെ നമ്മുടെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ കൊണ്ടുണ്ടാകാം, നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള ചില തകരാറുകൾ കൊണ്ടുണ്ടാകാം, ചില പ്രത്യേക നേച്ചറുകൾ കൊണ്ടുണ്ടാകാം, നമ്മിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് കൊണ്ടുണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്കൂൾ റെഫ്യൂസൽ ഉണ്ടാകാം. ഏതെങ്കിലും ഒരു കുഞ്ഞ് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു എന്ന് വരികിൽ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് ഈ കുഞ്ഞ് മടി കാണിക്കുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതിന് തക്ക രീതിയിലുള്ള ചികിത്സയാണ് നമുക്ക് നൽകേണ്ടത്. അതൊരു പക്ഷേ കൗൺസിലിംഗ് ആകാം, ചിലപ്പോൾ മെഡിസിൻ ആകാം, ചിലപ്പോൾ സൈക്കോതെറാപ്പി ആകാം, ചിലപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാകാം. ഏതായാലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സഹായിപ്പാനും രക്ഷിപ്പാനും ആവശ്യമായ മെത്തേഡുകൾ ഇന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവരെ നമുക്ക് സഹായിപ്പാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. എല്ലാറ്റിനുപരിയായി
ആരോഗ്യമുള്ള ഒരു കുടുംബത്തിൽ ഈ കുഞ്ഞുങ്ങൾ വളരുവാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുകയാണെന്ന് വരികിൽ ആ കുഞ്ഞുങ്ങളിൽ പ്രശ്നങ്ങൾ തുലവും ചുരുക്കമായിരിക്കും എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇതിൽ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. Be positive.